ശമ്പളകാര്യത്തിൽ മാത്രമല്ല പെൻഷൻ വിതരണത്തിലും താളം തെറ്റി ഓടുകയാണിപ്പോൾ KSRTC. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൃത്യമായി ശമ്പളം വിതരണം ചെയ്യുന്നതിലെ താളപ്പിഴകൾക്കൊപ്പം പെൻഷൻ വിതരണത്തിലും KSRTCക്ക് താളം തെറ്റുകയാണ്. പല മാസങ്ങളിലും പെൻഷൻ വിതരണത്തിലെ പ്രതിസന്ധികളുടെ ആവർത്തനമാണ് നമ്മൾ കാണുന്നത്. 1984 മുതലാണ് KSRTCയിൽ പെൻഷൻ തുടങ്ങിയത്. അടുത്ത കാലത്തായി വിതരണം പല കുറി മുടങ്ങി. 43,000-ലധികം പേരാണ് KSRTCയുടെ പെൻഷൻ വാങ്ങുന്നത്. പ്രതിമാസം 72 കോടി രൂപ വരെയാണ് ഈ ഇനത്തിൽ കണ്ടെത്തേണ്ടത്. 2017 പ്രതിസന്ധി രൂക്ഷമായതോടെ പെൻഷൻ വിതരണത്തിനായി സർക്കാർ സംസ്ഥാന സഹകരണ ബാങ്കുകളുടെ സഹായം തേടി. ഇതോടെ മാസാദ്യം നൽകുന്ന പെൻഷൻ ജീവനക്കാർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും ബാങ്കുകൾക്കുള്ള തിരിച്ചടവ് പലിശ സഹിതം സർക്കാരും നൽകുമെന്ന വ്യവസ്ഥ വന്നു. പ്രതിമാസം 4.5 കോടിയിലധികം രൂപയാണ് സർക്കാർ പലിശ നൽകി വന്നത്. 3 മാസം സർക്കാർ തിരിച്ചടവ് മുടക്കിയതോടെ 2 മാസത്തെ പെൻഷൻ വിതരണം സഹകരണ ബാങ്കുകളും നിർത്തി. പെൻഷൻ വാങ്ങി ജീവിക്കുന്നവർ ഇതോടെ പ്രതിസന്ധിയിലായി. 2021 KSRTCയിൽ ശമ്പള പരിഷ്കരണം വന്നെങ്കിലും പെൻഷൻ തുക കൂട്ടിയില്ല. മാസങ്ങളായി പെൻഷൻ വിതരണം മുടങ്ങുകയും ചെയ്തതോടെ ട്രാൻസ്പോർട്ട് പെൻഷനേഴ്സ് ഫ്രണ്ട് കോടതിയെ സമീപിച്ചു. 2022 ഓഗസ്റ്റ് 5-ാം തീയതി വന്ന ഉത്തരവ് പ്രകാരം എല്ലാ മാസവും 7-ാം തീയതിക്ക് മുൻപ് പെൻഷൻ നൽകണം. അതും KSRTC അല്ല, സംസ്ഥാന സർക്കാർ തന്നെ. ഈ വിധി പാലിക്കാതെ പോയതോടെ 15 തവണ സർക്കാരിന് കോടതിയലക്ഷ്യ നടപടി നേരിടേണ്ടി വന്നു. ഇതേ തുടർന്ന് ചീഫ് സെക്രട്ടറിയോ ഗതാഗത സെക്രട്ടറിയോ കോടതിയിൽ നേരിട്ട് ഹാജരായത് 3 തവണയാണ്. ഇപ്പോൾ മുടങ്ങിയിരിക്കുന്നത് 2 മാസത്തെ പെൻഷനാണ്. ഇതിൽ ജൂലൈ മാസത്തിലെ പെൻഷൻ 2 ദിവസം കൊണ്ട് വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്.